നമസ്കാരം. എല്ലാ പ്രിയ പ്രേക്ഷകർക്കും മെഡി ടോക്കിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ വിഷയം മുഖസൗന്ദര്യവും ദന്തചികിത്സയും. മുഖസൗന്ദര്യത്തിന്റെ കാര്യത്തിൽ പല്ലുകളുടെ സ്ഥാനം വളരെ വലുതാണെന്ന് നമുക്കറിയാം. വൈകല്യമാർന്ന പല്ലുകളെ എങ്ങനെ രൂപഭംഗിയുള്ളതാക്കാമെന്നും ആധുനിക ദന്തചികിത്സയെക്കുറിച്ചുമെല്ലാം ഇന്ന് നമുക്ക് ചർച്ച ചെയ്യാം. ഇതേക്കുറിച്ച് നമ്മളോട് സംസാരിക്കാൻ എത്തിയിരിക്കുന്നത് കൊച്ചി മറൈൻ ഡ്രൈവിലുള്ള നെച്ചുപാടം ഡെന്റൽ ക്ലിനിക്കിലെ ഡോക്ടർ തോമസ് കെ പൗലോസ് ആണ്. പ്രേക്ഷകർക്ക് ദന്തരോഗവുമായി ബന്ധപ്പെട്ട എല്ലാ ചോദ്യങ്ങളും താഴെ കാണുന്ന നമ്പറിൽ വിളിച്ച് ഡോക്ടറോട് ചോദിക്കാവുന്നതാണ്. നമുക്ക് ഡോക്ടറെ മെഡി ടോക്കിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. ഡോക്ടർ, നമുക്കിപ്പോൾ ആദ്യം തന്നെ ആധുനിക ദന്തചികിത്സയെ കുറിച്ചിട്ട് വരാം. എന്താണ് ഈ ആധുനിക ദന്തചികിത്സ? എന്തെല്ലാമാണ് അതിൽ ഉൾപ്പെടുന്നത്? ആധുനിക ദന്തചികിത്സ എന്ന് പറയുമ്പോൾ ഇപ്പോൾ നമ്മൾ ചെയ്തു വരുന്ന ഇത് എല്ലാം അഡ്വാൻസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ്. ഏത് ദന്തചികിത്സയാണെങ്കിലും എന്ത് ചികിത്സയാണെങ്കിലും പണ്ടത്തെ ആ സ്ഥിതിയിൽ നിന്ന് മാറുകയാണ്. പറഞ്ഞാൽ ഇപ്പൊ സർജറി ആണെങ്കിൽ പോലും നമ്മൾ പെയിൻലെസ് ആയി കഴിഞ്ഞു എന്ന് പറഞ്ഞ പോലെ തന്നെ ഡെന്റൽ ട്രീറ്റ്മെന്റ്സ് എല്ലാം തന്നെ പെയിൻലെസ് ആയി കഴിഞ്ഞു. മറ്റതൊരു ഡെന്റിസ്റ്റിന്റെ ഒക്കെ ചെല്ലുക എന്ന് പറയുന്നത് തന്നെ പേടിയുള്ള ഒരു കാര്യമാണ്. ഭയങ്കര പുളിപ്പ്, ഭയങ്കര വേദന. അതുകൊണ്ട് തന്നെ വെൻ ഇറ്റ് ബിക്കംസ് മോഡേൺ, അത് പുതുതായി അത് ആധുനികവൽക്കരിച്ച് വരുമ്പോൾ തന്നെ അത് വേദന രഹിതമായി മാറുകയാണ്. രണ്ട്, ഇതിനെല്ലാം സമയം കുറയ്ക്കുക എന്നുള്ളതാണ് രണ്ടാമത്തെ ട്രീറ്റ്മെന്റ്. എല്ലാ ട്രീറ്റ്മെന്റിന്റെയും സമയം വളരെ ചുരുക്കി കൊണ്ടുവരികയാണ്. കാരണം വെച്ചാൽ ആധുനികതയുടെ ഒരു പ്രത്യേകതയാണ് ആർക്കും സമയമില്ല. എല്ലാ കാര്യത്തിനും ആർക്കാണെങ്കിലും എന്ത് സമയം വളരെ പ്രഷ്യസ് ആയിക്കൊണ്ടിരിക്കുക. അപ്പൊ ഒരു ട്രീറ്റ്മെന്റിന് വേണ്ടി 4 പ്രാവശ്യം 5 പ്രാവശ്യം ഇപ്പൊ ഒരു വേദന വന്നു, പല്ലുവേദന വന്നു കഴിഞ്ഞാൽ പോലും ഒരു പ്രാവശ്യം വന്നു കഴിയുമ്പോൾ അത് ശരിയാക്കി കിട്ടണമെന്നാണ് എല്ലാവരുടെയും ആഗ്രഹം. പണ്ടാണെങ്കിൽ അത് 4 പ്രാവശ്യം കൊണ്ട് ആണ് ചെയ്തുകൊണ്ടിരുന്നത്. അത് ഒറ്റ ദിവസം കൊണ്ട് ആ പല്ലുവേദന മാറ്റി അദ്ദേഹത്തെ വിടാൻ പറ്റും. സിംഗിൾ സിറ്റിംഗ് ആയിട്ടുള്ള റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് വഴി. അത് തന്നെ ഒരു ആധുനിക ചികിത്സ തന്നെയാണ്. അതുപോലെ തന്നെയാണ് ഓരോ കാര്യങ്ങളും. ഇപ്പൊ വേദനയുടെ കാര്യം ഞാൻ പറഞ്ഞല്ലോ, റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് സിംഗിൾ സിറ്റിംഗ് ആയി മാറി. അതുപോലെ തന്നെയാണ് ഇപ്പോൾ ഒരു ഓർത്തഡോണ്ടിക് ട്രീറ്റ്മെന്റ്, ഇപ്പൊ പല്ലി കമ്പിയിട്ട് താഴ്ത്തുന്ന ട്രീറ്റ്മെന്റ്, അത് നമ്മൾ ആക്സലറേറ്റ് ചെയ്ത് സമയം വളരെ കുറച്ചു. ഡോക്ടർ, അതിലേക്ക് വരും. നമുക്കൊരു കോൾ ഉണ്ട്. ഹലോ, മെഡി ടോക്കിലേക്ക് സ്വാഗതം. ആരാണ്? ഹലോ 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 ഹലോ, ആരാണ് സംസാരിക്കുന്നത്? എന്റെ പേര് സുരേഷ് എന്നാണ്, കൊല്ലം നിന്നാണ് വിളിക്കുന്നത്. ഡോക്ടറോട് ചോദിച്ചോളൂ. ഹലോ ഡോക്ടർ. പറഞ്ഞോളൂ. നമസ്കാരം ഡോക്ടർ. നമസ്കാരം ഡോക്ടർ. എന്റെ പേര് സുരേഷ് എന്നാണ്. എന്റെ ഒരു താഴത്തെ ഒരു പല്ലിന്, ഈ ഇടതുവശത്തുള്ള ഒരു പല്ലിന് ഭയങ്കര പെയിൻ ആയിട്ട് ഡോക്ടറെ അടുത്ത് ചെയ്യുന്നു. അങ്ങനെ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യണമെന്ന് പറഞ്ഞു. അങ്ങനെ ട്രീറ്റ്മെന്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ റൂട്ട് ക്യാപ്പ് ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഇട്ടാൽ മതിയെന്ന് ഇങ്ങനെ പറഞ്ഞു. ഞാൻ റൂട്ട് ക്യാപ്പ് ഇട്ടിട്ടില്ല. കനാൽ ട്രീറ്റ്മെന്റ് നടത്തി പിന്നെ പോയിരിക്കുകയാണ്. അപ്പൊ ഈ റൂട്ട് ക്യാപ്പ് ഇടേണ്ട ആവശ്യമുണ്ടോ? റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്ത പല്ലുകളെല്ലാം ക്രൗൺ ചെയ്യണം, അഥവാ അതിന്റെ മുകളിൽ ഒരു ക്യാപ്പ് ഇടണം. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതിനകത്തേക്കുള്ള നമ്മൾ ഈ റൂട്ട് കനാൽ ട്രീറ്റ്മെന്റ് ചെയ്യുമ്പോൾ അതിനകത്തേക്ക് വരുന്ന ഈ നെർവ്സും വെസൽസും എല്ലാം നമ്മൾ കട്ട് ചെയ്യാണ്. പറഞ്ഞ സൈഡിലെ അത് നമ്മളുടെ ഈ ഇൻഫെക്റ്റഡ് ആയിട്ടുള്ള ടിഷ്യൂസ് എല്ലാം എടുത്ത് കളയുന്നതിന്റെ കൂടെ അതും പോരും. അതുകൊണ്ട് അതിനകത്തേക്ക് വെള്ളം, അഥവാ അതിനകത്തേക്ക് വേണ്ടുന്ന വെള്ളം അതിനകത്തേക്ക് ചെല്ലുന്നില്ല. അഥവാ ഡെസിക്കേറ്റഡ് ആയി പോകും, അഥവാ ഡ്രൈ ആയി പോകും പല്ല്. ഈ ഉണങ്ങിയ മരം പൊട്ടിപ്പോകുന്ന പറഞ്ഞ പോലെ ഇതും പൊട്ടിപ്പോകാനുള്ള സാധ്യതകൾ വളരെ കൂടുതലാണ്. അതുകൊണ്ട് ക്രൗൺ ഇട്ടില്ലെങ്കിൽ ഈ പല്ല് പൊട്ടിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അതുകൊണ്ട് തന്നെ ഈ പല്ല് ക്രൗൺ ചെയ്ത് വെക്കുക എന്നുള്ള വളരെ അത്യാവശ്യമായുള്ള കാര്യമാണ്. ഓക്കെ, ഹലോ. ഓക്കെ, വിളിച്ചതിൽ നന്ദി. ഡോക്ടർ, നമുക്ക് നമ്മളുടെ മോഡേൺ ട്രീറ്റ്മെന്റിലേക്ക് തന്നെ വരാം. അപ്പൊ അതിനകത്ത് ഡോക്ടർ ആദ്യം പറയാൻ തുടങ്ങിയ കമ്പിയുടെ പല്ല് പൊങ്ങിയതാണെങ്കിൽ തന്നെ ഇപ്പൊ പലതരത്തിലുള്ള ആക്സലറേഷൻസ്. പണ്ടെല്ലാം നമ്മൾ ഇലാസ്റ്റിക് എല്ലാം ഇട്ട് അങ്ങനെയാണ് പല്ല് പിള്ളേരുടെ കയ്യിൽ തന്നെ കൊടുത്തുവിടും ഇലാസ്റ്റിക്സ്. എന്നിട്ട് ഇത് അവിടെ ഇട്, ഇത് ഇവിടെ നിന്ന് ഇട്. പിള്ളേർ ഉപയോഗിക്കൂല, അല്ലെങ്കിൽ അത് കുറച്ചു നാൾ കഴിയുമ്പോൾ അത് കണ്ടില്ല, അല്ലെങ്കിൽ അത് വളരെ ബുദ്ധിമുട്ടുകളാണ്. അപ്പൊ അത് മാറ്റി ഇപ്പൊ നമ്മൾ സ്പ്രിങ്സിലേക്ക് മാറി. അത് ഫിക്സ്ഡ് ആണ്, അത് പിള്ളേർക്കൊന്നും ചെയ്യാനില്ല, അത് അവരുടെ. അപ്പൊ പേഷ്യന്റിന്റെ കയ്യിൽ നിന്ന് നമ്മൾ അത് ഡോക്ടറിന്റെ കയ്യിലേക്ക് മേടിക്കുകയാണ്. അപ്പൊ കൂടുതൽ നമുക്ക് പെട്ടെന്ന് അത് ട്രീറ്റ്മെന്റ് തീരും. അപ്പൊ അത് കുഞ്ഞുങ്ങളുടെ ഏകദേശം ഒരു 1.5 വർഷമൊക്കെ എടുക്കും. 1.5 വർഷം എടുക്കും. പക്ഷെ പണ്ടൊക്കെ അത് കൂടുതൽ നീണ്ടുപോകും. കാരണം വെച്ചിട്ട് പിള്ളേർ കുറച്ച് നാൾ ഉപയോഗിക്കില്ല, അത് കഴിയുമ്പോൾ കുറച്ച് നാൾ ഉപയോഗിക്കും, അത് കഴിയുമ്പോൾ അവർക്ക് വേദന ഉണ്ടാകും. കാരണം കുറച്ച് ദിവസം ഇങ്ങോട്ട് നീങ്ങി, കുറച്ച് ദിവസം അങ്ങോട്ട് നീങ്ങി, കുറച്ച് ദിവസം ഇങ്ങോട്ട് നീങ്ങി, അങ്ങനെ തന്നെ വേദന ഉണ്ടാവും. അപ്പൊ അവര് തന്നെ നിർത്തിപ്പോകും. പലപ്പോഴും അങ്ങനെയാണ് സംഭവിക്കുന്നത്. അത് മാറി, ആ കാലം മാറി. അത് നമ്മൾ അതിനകത്ത് തന്നെ സ്പ്രിങ്സ് ആയി ആക്സലറേറ്റ് ചെയ്ത് പോരാനുള്ള നിച്ചിക് ഓയിൽ സ്പ്രിങ്സ് എന്ന് പറഞ്ഞ സ്പ്രിങ്സ് ഉണ്ട്. അത് ഇട്ട് കൊടുത്തു കഴിയുമ്പോൾ തന്നെ അത് വളരെ സ്പീഡിൽ നമുക്ക് പല്ല് താഴ്ന്നു കിട്ടും. കറക്റ്റ് ആയിട്ട് തീരുകയും ചെയ്യും. ഇതാണോ മോഡേൺ ട്രീറ്റ്മെന്റ്? അത് ഒരു ഭാഗമാണ് മോഡേണൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുപോലെ തന്നെ ഇപ്പോ അതിപ്പോ കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഇപ്പൊ ഒരു 10-20 വയസ്സ് വരെയൊക്കെ പല്ല് കമ്പ്യൂട്ടർ നടന്ന ആരും ഒന്നും പറയില്ല.